ഏറനാട് മണ്ഡലത്തിൽ 600 കോടിയുടെ വികസന പ്രവർത്തികൾക്ക് ഭരണാനുമതി ലഭിച്ചതായി അരീക്കോട് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പി.കെ. ബഷീർ എം.എൽ.എ. അറിയിച്ചു. ഇതിലേറെ പ്രവർത്തികളും ഭരണാനുമതി ലഭിച്ച് ടി.എസും ടെൻഡറും കഴിഞ്ഞ് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെന്ന് എം.എൽ.എ. പറഞ്ഞു. എം.എൽ.എയുടെ 2024-25 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ പ്രവർത്തികളും ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപയുടെ പ്രവർത്തികളും ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപയുടെ പ്രവർത്തികളും കാലവർഷക്കെടുതി ദുരന്ത നിവാരണ പുനരുദ്ധാരണ പ്രവർത്തികളിൽ ഉൾപ്പെടുത്തി 1/2 കോടി രൂപയുടെ പ്രവർത്തികളും ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ച് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടെന്ന് എം.എൽ.എ. പറഞ്ഞു. ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടം നായാടംപൊയിൽ റോഡ് 74 കോടി രൂപ, മയിലാടി മൂലേപ്പാടം റോഡ് 46 കോടി രൂപ, കാവന്നൂർ പഞ്ചായത്തിലെ കാവന്നൂർ തൃപ്പനച്ചി മോങ്ങം റോഡ് 1.25 കോടി രൂപ, കാവന്നൂർ പെരകമണ്ണ കാവന്നൂർ വടക്കുമല കാരാപ്പറമ്പ് റോഡിന് 13 കോടി, കാവന്നൂർ PHSക്ക് 2 കോടി 18 ലക്ഷം രൂപ, കാവന്നൂരിലെ വിവിധ PHSകൾക്ക് 69 ലക്ഷം രൂപ, കീഴുപറമ്പ് പഞ്ചായത്തിലെ കീഴുപറമ്പ് PHSക്ക് 2 കോടി 20 ലക്ഷം രൂപ, കുഴിമണ്ണ് പഞ്ചായത്തിലെ ആലിൻചുവട് നീറാട് റോഡ് 1 കോടി, മേൽമുറി ആക്കപ്പറമ്പ് റോഡ് 1 കോടി, ബാലത്തിൽപുറായി ചക്കുംകുളം റോഡ് 50 ലക്ഷം, കീഴുപറമ്പ് നെല്ലാർക്കടവ് റോഡ് 1.25 കോടി രൂപ, തൃക്കളയൂർ കല്ലായി കല്ലിട്ടപ്പാലം റോഡ് BMBC ചെയ്യുന്നതിന് 1.5 കോടി രൂപ, പെരുങ്കടവ് ന്യൂ ബസാർ റോഡ് 1.25 കോടി രൂപ, മാങ്ങാട്ടുകല്ല് ചെർക്കുളം റോഡ് 1/2 കോടി രൂപ, ഹാർബർ എഞ്ചിനീയറിംഗ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മുറിഞ്ഞമാട് റോഡ് 1/2 കോടി രൂപ, ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ വടക്കുമുറി തോട്ടുമുക്കം റോഡ് 2 കോടി 75 ലക്ഷം രൂപ, വെറ്റിലപ്പാറ CHSക്ക് 1 കോടി 20 ലക്ഷം രൂപ, ഓടക്കയം സബ് സെന്ററിന് 55 ലക്ഷം രൂപ, ഈസ്റ്റ് വടക്കുമുറി സബ് സെന്ററിന് 32 ലക്ഷം രൂപ, മൂർക്കനാട് നടപ്പാലം 3 കോടി 75 ലക്ഷം രൂപ, കുണ്ടത്ത് മാങ്ങോടമ്മൽ റോഡ് 30 ലക്ഷം രൂപ, എടവണ്ണ പഞ്ചായത്തിലെ എടവണ്ണ CHSക്ക് 5 കോടി 75 ലക്ഷം രൂപ, തൂവക്കാട് പാലം 5 കോടി 75 ലക്ഷം രൂപ, കുഴിമണ്ണ പഞ്ചായത്തിലെ ആലിൻചുവട് നീറാട് റോഡ് 1 കോടി രൂപ, മേൽമുറി ആക്കപ്പറമ്പ് റോഡ് 1 കോടി രൂപ തുടങ്ങിയവയും അരീക്കോട് പഞ്ചായത്തിലെ അരീക്കോട് താലൂക്ക് ആശുപത്രിക്ക് ആധുനിക സംവിധാനങ്ങളോടെയുള്ള സ്ഥലമെടുക്കുന്നതിന് 2 കോടി 76 ലക്ഷം രൂപ, അരീക്കോട് സ്റ്റേഡിയം നവീകരണത്തിന് 2.5 കോടി രൂപ തുടങ്ങിയ പ്രവർത്തികൾ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ച് ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. തന്റെ നിരന്തര പരിശ്രമവും പ്രത്യേക താൽപര്യവും കിഫ്ബി, നബാർഡ് തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഫണ്ടുകൾ ഏറനാട് മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചുവെന്ന് എം.എൽ.എ. കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിലെ സംസ്ഥാന പാതകൾ റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിച്ചു. മണ്ഡലത്തിലെ മലയോര മേഖലയുടെയും ഗ്രാമങ്ങളുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കി ഗ്രാമീണ റോഡുകൾക്ക് എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മറ്റുമായി കോടികളുടെ തുകയാണ് ചെലവഴിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്ത് തന്നെ 1-ാം സ്ഥാനത്തെ ജില്ലയാണ് മലപ്പുറം. മത്സര പരീക്ഷകളിൽ തുടർച്ചയായി 100% വിജയം നേടിവരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഏറനാട്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ സ്കൂളുകൾ ഹൈടെക്കായി ഉയർത്താനും എം.എൽ.എ. പരിശ്രമിച്ചു. PWD, കിഫ്ബി, നബാർഡ് തുടങ്ങിയ ഫണ്ടുകളും മണ്ഡലത്തിലേക്ക് എം.എൽ.എ. കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലയിൽ തന്നെ വളരെയധികം കോളനികളുള്ള മണ്ഡലമാണ് ഏറനാട്. കോളനി നിവാസികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം, മൂലേപ്പാടം, നായാടംപൊയിൽ ഭാഗങ്ങളിലെ കോളനികൾ, എടവണ്ണ പഞ്ചായത്തിലെ ചോലാറ, കൊടിഞ്ഞാറുപൊയിൽ തുടങ്ങിയ കോളനികൾ, ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ മൈത്ര, കരുപ്പത്തിച്ചാൽ, ഓടക്കയം തുടങ്ങിയ കോളനികൾ തുടങ്ങിയ മലയോര മേഖലകളിലെ ആവശ്യങ്ങൾ അറിഞ്ഞ് വികസനമെത്തിക്കാൻ എം.എൽ.എ. ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും പ്രവർത്തനം ആരംഭിക്കാത്ത മേഖലകളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വൈകാതെ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് പി.കെ. ബഷീർ എം.എൽ.എ. പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, അരീക്കോട്.